നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നടു റോഡിൽ ഒരു പൂച്ചക്കുഞ്ഞിനെ കളയുന്നത് പോലെ കൊണ്ടുവന്ന് കളയും ഞാൻ. അത് പകലോ രാത്രിയോ എപ്പോഴാണെങ്കിലും. പിന്നീട് തുറക്കില്ല സത്യഭാമയുടെ വീടിന്റെ വാതിൽ അവൾക്ക് മുന്നിൽ. ദേ ചേച്ചിയും അനീറ്റയ്ക്ക് അത് ഓർത്തോ? കാർത്തിക അനാഥാശ്രമത്തിലാ വളർന്നെന്നൊക്കെ കേട്ടപ്പോ എനിക്ക് തോന്നിയത് നമ്മൾ തമ്മിൽ അങ്ങനെ വലിയ വ്യത്യാസമൊന്നും ഇല്ലെന്നാ. അതെ, നമുക്ക് അമ്പലത്തിലൊന്ന് പോയി വന്നാലോ? ഞാനില്ല. അല്ല, കുറച്ച് അടുത്ത് പരിചയപ്പെടുകയും സംസാരിക്കുകയൊക്കെ ചെയ്യാന്ന് കരുതിയാ അമ്പലത്തിൽ പോവാന്ന് പറഞ്ഞ്. അല്ല, ആരോടും അടുക്കണ്ടെന്നാണ് കാർത്തികയുടെ തീരുമാനെങ്കിൽ അത് വേണ്ട. അതുകൊണ്ടല്ല ശ്യാമേ, ഞാൻ സത്യാമ്മയോട് ചോദിക്കാതെ. സത്യാമ്മയോട്? പോയിട്ട് വാ കാർത്തികേ. സത്യാമ്മ ഇവിടെ നിപ്പുണ്ടായിരുന്നോ? അവരെ പറ്റി ഞാൻ പറഞ്ഞതൊന്നും കേട്ടിട്ടുണ്ടാവില്ല. മോളെ, അടുത്തിടപഴകാനും സൗഹൃദം സ്ഥാപിക്കാനുള്ള ആഗ്രഹത്തിലല്ലേ ശ്യാമ നിന്നെ അമ്പലത്തിലേക്ക് വിളിക്കുന്നത്? മോളെ, എത്ര നാളാ നീ ഇങ്ങനെ ഒറ്റപ്പെട്ടു പോന്നേ? ദേ പോയി ഭഗവാനെ കണ്ടിട്ട് വാ. ശരി, ഞാൻ പോയി ഡ്രസ്സ് മാറി വരാം. ശരി. ശ്യാമേ, കാർത്തികയായിട്ട് അടുത്തിടപഴകണമെന്നുള്ള ആഗ്രഹമൊക്കെ നല്ലതാ. അക്കാര്യത്തിൽ ഞാൻ അവളെ പറഞ്ഞു വിലക്കിയിട്ടൊന്നുമില്ല. സത്യാമ്മ, ഞാൻ പോ, വേഷം മാറി അമ്പലത്തിൽ പോ, കേട്ടോ? ഭഗവാനെ കാണുമ്പോ നല്ലത് മാത്രം ഉണ്ടായാ മതി മനസ്സിൽ. പോട്ടോ, പോ. ചേട്ടാ, ഇവിടെ നിർത്തിയാ മതി. ഇവിടെയോ? ആ, ഇവിടെ തന്നെ. എത്രയാ? 80. അല്ല ശ്യാമേ, ഇവിടെ എവിടെ അമ്പലം? ഇവിടെ അടുത്ത് തന്നെയാ, നടക്കാനുള്ള ദൂരേ ഉള്ളൂ. അല്ല, ഓട്ടോ പോകുന്ന വഴിയല്ലേ? കാർത്തികയ്ക്ക് നടക്കാനൊക്കെ ബുദ്ധിമുട്ടാണല്ലേ? അങ്ങനൊന്നുമില്ല. സത്യമ്മയുടെ വീട്ടില് കാറുണ്ടെങ്കിലും അമ്പലത്തിലൊക്കെ ഞാൻ നടന്നേ പോകാറുള്ളൂ. കാർത്തിക കൂടെ ഉള്ളോണ്ടാ ഇപ്പൊ ഓട്ടോ വിളിച്ച. ശരീരം നോക്കാൻ വേണ്ടിയൊന്നും അല്ലാട്ടോ, ഞങ്ങളെ സഹോദരിമാര് കുഞ്ഞുനാളും മുതലേ അങ്ങനെയാ ശീലിച്ച്. ഒരു പൈസ മിച്ചം പിടിച്ചാ അത്രേ ആയിന്നുണ്ട് ഞങ്ങക്ക്. നിയമം കുറച്ചൊക്കെ എനിക്കും അറിയാം. കളക്ടർ ആയാലും ഏത് കുന്തം ആയാലും സ്വന്തം വ്യക്തി താല്പര്യങ്ങൾക്കനുസരിച്ച് വളച്ചൊടിക്കാനുള്ളതല്ല നിയമം. ഇവളെ ഭീഷണിപ്പെടുത്തിയെന്നും പറഞ്ഞ് ഞാനൊരു കടലാസ് എഴുതി അങ്ങ് കൊടുത്ത വകുപ്പ് തല അന്വേഷണം വേറെ ഉണ്ടാവും, അറിയോ? കളക്ടറമ്മ കൊതുകിനെ അടിച്ച് വീട്ടിലിരിക്കേണ്ടി വരും. കാണിച്ചു തരണോ നിനക്ക് ഞാൻ? സത്യഭാമയെ പറയുന്നത്. സത്യമേ, ഇവള് പറയുന്നത് മുഴുവൻ കള്ളോ. ഇവളുടെയും വിഷ്ണുവേട്ടന്റെയും കല്യാണം പോലും നടന്നിട്ടില്ല. അങ്ങനെ ഒരു കള്ളം പറയുന്നത് കൊണ്ട് ഇവൾക്കും വിഷ്ണുവിനും എന്താടി ലാഭം?
നടന്നില്ലാന്ന് കള്ളം പറഞ്ഞ നിനക്ക് ലാഭമുണ്ട് താനും. എന്റെ മോന്റെ ജീവിതം കാർന്നു തിന്നുന്നത് തുടരാമല്ലോ നിനക്ക്. കളക്ടർ ആയതുകൊണ്ട് ആ സ്വാധീനം ഉപയോഗിച്ച് തെളിവും സാക്ഷികളൊക്കെ എത്ര വേണമെങ്കിലും നിനക്ക് ഉണ്ടാക്കാലോ. എടി, നിനക്ക് വിഷ്ണുവിനോട് ഭയങ്കര പ്രണയമായിരുന്നല്ലോ. അവന് നിന്നെ ഇഷ്ടമല്ല, വെറുത്തൂന്ന് ഞാൻ പറഞ്ഞതല്ലേ നിന്നോട്. അത് നിനക്ക് മനസ്സിലാവുകയും ചെയ്തു. ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിടാൻ അവന് 100 മനസ്സാണെന്ന് അറിഞ്ഞു തന്നെ ആ പേപ്പറിൽ നിന്റെ പ്രണയം എഴുതി അങ്ങ് നിറച്ചു വെച്ചിരിക്കുന്നു. എടി, നാണമില്ലടി അവന്റെ ജീവിതത്തിൽ ഇങ്ങനെ അട്ടയെ പോലെ കടിച്ചു തൂങ്ങിക്കിടക്കാൻ. ഒന്നും നടക്കാതെ വന്നപ്പോ ഇവളെ ഇവിടുന്ന് ഭയപ്പെടുത്തി ഓടിക്കാനുള്ള ശ്രമം അല്ലേ? അല്ലേടി? എടി, നടക്കില്ല. സത്യഭാമയുടെ മരുമകളാ ഇവള്. നോക്കടി, ഇനി ഇതുപോലുള്ള കോപ്രായങ്ങളും ഇടിയും പോലീസും മണ്ണാങ്കട്ടയൊക്കെ ആയിട്ട് ഇവൾക്ക് പിന്നാലെ എങ്ങനെ വന്നാലുണ്ടല്ലോ, നിന്റെ കളക്ടർ കസേര ഞാനങ്ങ് തെറിപ്പിക്കും. നോക്കിക്കോ. വാ മോളെ. കേറുമോളെ. നീ വരുന്നുണ്ടോ? എന്റെ അനുവാദത്തോടെയല്ല അവള് കാർത്തികയും കൊണ്ട് നിന്റെ മുന്നിലേക്ക് വന്നത്. തൽക്കാലം ഞാനത് ക്ഷമിച്ച് അവളെ കൂട്ടിക്കൊണ്ട് പോവുക. പക്ഷേ ഇതുപോലെ ഇനി ഒരൊറ്റ തവണ കൂടി ആവർത്തിച്ച അന്ന് ഇതേ കാറിൽ ഞാൻ കൊണ്ടുവന്ന് ഈ നടു റോഡിൽ ഒരു പൂച്ചക്കുഞ്ഞിനെ കളയുന്നത് പോലെ കൊണ്ടുവന്ന് കളയും ഞാൻ. അത് പകലോ രാത്രിയോ എപ്പോഴാണെങ്കിലും. പിന്നീട് തുറക്കില്ല സത്യഭാമയുടെ വീടിന്റെ വാതിൽ അവൾക്ക് മുന്നിൽ. ദേ, ചേച്ചിയും അനീറ്റയ്ക്ക് അത് ഓർത്തോ. എന്ത് കാഴ്ച കാണാൻ നിക്കോടി? കേറ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.